ഡിസ്പ്ലേ പൊട്ടിയ ഫോൺ എത്ര നാളിങ്ങനെ കൈക്കൊണ്ട് നടക്കും? ഒന്ന് നന്നാക്കിക്കൂടെ? ഈ ചോദ്യം സ്ഥിരമായി കേൾക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നേരെ വിട്ടോളൂ റോയൽ കൊച്ചിൻ മൊബൈൽസിലേക്ക്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സർവീസസ്, അൺലോക്കിംഗ് സർവീസസ്, ചിപ്പ് ലെവൽ സർവീസസ്, അതുപോലെ തന്നെ വാട്ടർ ഡാമേജ്, ഗ്ലാസ് റിപ്ലേസ്മെൻറ്റ്, ഇങ്ങനെ എല്ലാവിധ സർവീസസും സാധാരണ ഫോൺ മുതൽ ഐഫോൺ വരെ നിങ്ങൾക്ക് 30 ദിവസത്തെ സർവീസ് വാറണ്ടിയോടെ ശരിയാക്കിയെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിലൊരു കേടായ ഫോണുണ്ട്, അത് എക്സ്ചേഞ്ച് ചെയ്യണമെന്നാണെങ്കിലും കം ടു റോയൽ കൊച്ചിൻ മൊബൈൽസ്. സോ നോ മോർ ബ്രേക്സ്, ഓൺലി റോയൽ കൊച്ചിൻ മൊബൈൽസ്. കോതമംഗലം താലൂക്കിലെ 8 പട്ടയ അപേക്ഷകൾക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി അംഗീകാരം നൽകി. കോതമംഗലം താലൂക്കിലെ 8 പട്ടയ അപേക്ഷകൾക്ക് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ അംഗീകാരം. പതിറ്റാണ്ടുകളായി പരിഹരിക്കപ്പെടാതെ കിടന്ന 8 അപേക്ഷകളിന്മേലാണ് താലൂക്ക് ഓഫീസിൽ ചേർന്ന ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി യോഗം അംഗീകാരം നൽകിയത്. ഇരമല്ലൂർ 1, കുട്ടമ്പുഴ 3, കീരമ്പാറ 1, പോത്താനിക്കാട് 1, കുട്ടമംഗലം 1, നേര്യമംഗലം 1 എന്നിങ്ങനെ 8 പട്ടയ അപേക്ഷകൾക്കാണ് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭ്യമായത്. യോഗത്തിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു. നിരന്തരമായ ഇടപെടലാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. നല്ല നിലയിൽ തന്നെ പ്രത്യേകിച്ച് ജില്ലാ കളക്ടറടക്കം കോതമംഗലത്തിനൊക്കെ റവന്യൂ സംവിധാനം, ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ LO ഓഫീസ് അടക്കം ആരംഭിച്ചു. അങ്ങനെ സാധ്യമായ നിലയിലുള്ള ഇടപെടലുകളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം ജനപ്രതിനിധികൾ ഏത് വർഷങ്ങളായി സജീവമായി ഇടപെടുന്ന സംഘടനകളൊക്കെ തഹസിൽദാർ അനിൽകുമാറും ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB മാത്യു, MS എൽദോസ്, മനോജ് ഗോപി, ജോയ് PP, PM സക്കറിയ എന്നിവർ പങ്കെടുത്തു. താലൂക്കിലെ അർഹരായ മുഴുവൻ ആളുകൾക്കും സമയബന്ധിതമായി പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.